എല്ലാവരും വളരെയധികം ആസ്വദിക്കുന്ന ഒന്നാണ് മഴ. മഴ കാണുവാനും മഴ നനയുവാനും മഴയുടെ ശബ്ദം കേൾക്കുവാനും ആളുകൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ മഴയെക്കുറിച്ചാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മലയാളം ടോക്സ്. സമുദ്രത്തെയും കരയെയും അന്തരീക്ഷത്തെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് മഴ. ഭൂമിയിലെ ജീവന് വെള്ളം അത്യാവശ്യമാണ്. ഭൂമിക്കും അന്തരീക്ഷത്തിനുമുള്ള ജലത്തിന്റെ തുടർച്ചയായ കടന്നുവരവ് സാധ്യമാക്കുന്നത് ജലചക്രത്തിലൂടെയാണ്. ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്ന മഴയുടെ ചില കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ആകാശത്ത് നിന്ന് വീഴുന്ന എല്ലാ മഴത്തുള്ളികളും നിലത്തെത്തുന്നില്ല. ചില സാഹചര്യങ്ങളിൽ മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി ഒരിക്കലും ഭൂമിയെ സ്പർശിക്കാറുമില്ല. ഭൂമിയുടെ ഉപരിതലത്തിനോട് അടുക്കുമ്പോൾ മഴത്തുള്ളി ബാഷ്പീകരിക്കപ്പെടുന്നു. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ മേഘങ്ങളെ വിർഗാമേഘങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ പ്രതിഭാസത്തെ ഫാൻഡം മഴ എന്നാണ് വിളിക്കുന്നത്. എന്താണ് മഴയുടെ മണം? അല്ലെങ്കിൽ മഴയ്ക്ക് മണമുണ്ടോ? ഒരിക്കലെങ്കിലും മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക മണം അനുഭവപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. എന്താണ് അതിനു പിന്നിലുള്ള രഹസ്യം? കളിമണ്ണിലോ പൊടിപടലങ്ങൾ നിറഞ്ഞ മണ്ണിലോ മഴത്തുള്ളികൾ പതിക്കുമ്പോൾ ചെറിയ വായു കുമിളകൾ ഉയരുന്നു. മഴത്തുള്ളികളുമായി കൂട്ടിയിടിച്ച് പൊട്ടിത്തെറിക്കുകയും ഇത് വായുവിലേക്ക് ഒരു സുഗന്ധം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. പെട്രിക്കോർ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. എന്താണ് മഴത്തുള്ളിയുടെ ആകൃതി? മഴത്തുള്ളികളെ സാധാരണയായി കണ്ണുനീരിന്റെ ആകൃതിയിൽ പ്രതിനിധീകരിക്കുന്നു. പക്ഷെ ഇത് വാസ്തവത്തിൽ ശരിയല്ല. മഴത്തുള്ളികൾ ആദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു വരുമ്പോൾ ഉപരിതല പിരിമുറുക്കത്താൽ ജലതന്മാത്രകൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടുമ്പോൾ അവ ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ മഴത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കാറാവുമ്പോൾ അവയുടെ ആകൃതിക്ക് മാറ്റം സംഭവിക്കുന്നു. അതിന്റെ കാരണം വായുവുമായുള്ള പ്രതിരോധമാണ്. ഒരു മഴത്തുള്ളി നിലത്തെത്താൻ എത്ര സമയമെടുക്കും? കൃത്യമായ കണക്ക് നൽകാൻ സാധിക്കില്ലെങ്കിലും ശരാശരി 14 മൈൽ വേഗതയും ശരാശരി മേഘ ഉയരം 2500 അടിയും ആണെങ്കിൽ ഒരു മഴത്തുള്ളി ഭൂമിയിൽ പതിക്കാൻ ഏകദേശം 2 മിനിറ്റെങ്കിലും വേണ്ടിവരും. വളരെ ചെറിയ മഴത്തുള്ളികൾക്ക് നിലത്തെത്താൻ 7 മിനിറ്റെങ്കിലും സമയമെടുക്കും. വലിയ തുള്ളികൾ 20 മൈൽ വേഗതയിൽ വരെ സഞ്ചരിക്കും. ലോകത്തിലെ ഏറ്റവും ഈർപ്പമുള്ള സ്ഥലം ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം? ഇന്ത്യയിലെ മേഘാലയ എന്ന സംസ്ഥാനമാണ് ആ കിരീടം നേടിയിട്ടുള്ളത്. ഓരോ വർഷവും അതിശയകരമായ മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ശരാശരി 11,971 മീറ്റർ മഴ. എല്ലാ മഴത്തുള്ളികളും വെള്ളത്തിൽ നിർമ്മിച്ചവയാണോ? എന്നാൽ എല്ലാ മഴത്തുള്ളികളും വെള്ളത്തിൽ നിർമ്മിച്ചവയല്ല. മഴയിൽ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ മീഥേൻ അടങ്ങിയിരിക്കുന്നു. ഇത് സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലും കാണാവുന്നതാണ്. മേഘങ്ങളുടെ ആകൃതിയും നിറവും നിരീക്ഷിച്ച് മഴ പ്രവചിക്കാൻ സാധിക്കുമോ? പൊതുവായി പറഞ്ഞാൽ ഒരു ക്യുമുലോനിംബസ് ക്ലൗഡ് അല്ലെങ്കിൽ നിംബോസ്ട്രാറ്റസ് മേഘം എന്നിവ കാണുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഒരു മഴയുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. എന്താണ് മഴ എന്ന പണം? ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ കറൻസി എന്നത് ബോട്സ്വാനൻ പുലയാണ്. പുല എന്ന വാക്കിന് മഴ എന്നും അർത്ഥമുണ്ട്. പ്രാഥമിക കറൻസിയായ ഇത് ഉപയോഗിക്കുന്നതിലൂടെ മഴ എന്നത് എത്രത്തോളം വിലപിടിപ്പുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭൂമിയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സ്ഥലം മരുഭൂമിയാണെന്നാണ് കൂടുതൽ ആളുകളും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു തരത്തിൽ മരുഭൂമി തന്നെയാണ്. മഞ്ഞ് മൂടപ്പെട്ട മരുഭൂമി അന്റാർട്ടിക്ക. 6.5 ഇഞ്ച് മഴ മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന വാർഷിക മഴയുള്ള ഭൂഖണ്ഡമായി മാറുന്നു. ഹോണ്ടുറാസിലെ യോറോ പട്ടണത്തിൽ മഴ പെയ്യുന്നു. എന്നാൽ ഈ മഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഴത്തുള്ളികളോടൊപ്പം മത്സ്യവും ഭൂമിയിലേക്ക് പതിക്കുന്നു. എന്നാൽ താഴെ എത്തുന്ന മത്സ്യം അവിടെയുള്ള ജനങ്ങൾക്ക് സുപരിചിതമല്ലാത്തവയാണ്. എന്നാൽ ഈ പ്രതിഭാസത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്തെന്നാൽ കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ ചെറിയ മത്സ്യങ്ങളെ വലിച്ചെടുക്കുകയും കരയിലേക്ക് കാറ്റടിക്കുമ്പോൾ മത്സ്യം കരയിലെത്തുകയും ചെയ്യുന്നു. ഇവയൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ട കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ. ഇവയിലേതെങ്കിലും നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഗുഡ് ബൈ.
again.